ക്രൂശിതനോടൊപ്പം. ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, നോമ്പുകാലത്തിൻ്റെ ക്ലൈമാക്സ് ഇന്നാണ്, ദുഃഖവെള്ളിയാഴ്ച. ഏറ്റവും വികാരസാന്ദ്രമായിട്ടുള്ള ഒരു ദിനം. ഇന്ന് കരയാത്ത ക്രിസ്ത്യാനികളില്ല, ഇന്ന് പള്ളിയിൽ പോകാത്ത ക്രിസ്ത്യാനികളില്ല. ഏറ്റവും പിഴകെട്ട ക്രിസ്ത്യാനിയും ഇന്ന് പള്ളിയിൽ പോകും. കർത്താവിൻ്റെ തിരുമുറിവുകളുടെ മുൻപിൽ കരം കൂപ്പി അവിടുത്തെ തിരുമേനി ചുംബിക്കാതെ നമുക്ക് വീടുകളിലേക്ക് മടങ്ങാൻ കഴിയില്ല. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ തിരുമേനി കുരിശിൽ നിന്നിറക്കി ദിവ്യചുംബനത്തിനായിട്ട് അൾത്താരയുടെ മുൻപിൽ കിടത്തുന്ന ദുഃഖവെള്ളിയാഴ്ച 3 ചുംബനങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഈശോയെ 3 പേരെ ചുംബിച്ചതായിട്ട് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ഉണ്ണിയായ യേശുവിനെ താരാട്ടുപാടി മാറോട് ചേർത്ത് പരിശുദ്ധമ്മ ചുംബിച്ചിട്ടുണ്ട്. ഉറപ്പാണ്. മാലാഖമാരെ ആട്ടിടയന്മാർക്ക് കൊടുത്ത അടയാളം എന്താണ്? പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞൊരു ശിശുവിനെ അമ്മയുടെ കയ്യിൽ നിങ്ങൾ കാണും, അവനാണ് രക്ഷകൻ. അമ്മ ചുംബിച്ചതുപോലെ ചുംബിക്കാൻ നമുക്ക് അർഹതയുണ്ടോ? എനിക്കറിഞ്ഞുകൂടാ, ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത് കർത്താവിനെ മുത്തിയത് മഗ്ദലന മറിയമാണ്. കർത്താവിൻ്റെ കാൽപാദങ്ങളെ അവൾ ചുംബിച്ചു. ഒരുപക്ഷെ കർത്താവിനോട് അവൾക്കുണ്ടായിരുന്ന ഇഷ്ടം എത്ര വലുതാണെന്ന് പീഡാനുഭവ വേളയിൽ നമുക്ക് കാണാം. അവൾ ബഥാനിയയിൽ കാല് കഴുകിയപ്പോൾ പറഞ്ഞു, അവളെൻ്റെ മരണത്തിന് മുൻകൂട്ടി ഒരുക്കുന്നു. സത്യമാണ് കർത്താവിൻ്റെ പ്രവചനം. കർത്താവ് മരിച്ചപ്പോൾ വെള്ളശീല കൊണ്ടുവന്നത് അവളാണ്. കുന്തിരിക്കവും നറുമ്പശയും ചെന്നുനായ്ക്കവും കൊണ്ടുവന്ന അവളാണ്. അവളുടെ ചെലവിലാണ് കർത്താവ് അടക്കപ്പെട്ടത്. അവൾ കർത്താവിനെ ചുംബിച്ചു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിനി കർത്താവിന് നൽകിയ വിശുദ്ധ ചുംബനം. ഒരുപാട് പേരെ അവൾ വെട്ടിൽ വീഴ്ത്താൻ ചുംബിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അവൾ കർത്താവിനെ ചുംബിച്ചത് തൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ്. അവളുടെ ചുംബനം കർത്താവ് ഏറ്റുവാങ്ങിയത് അവളുടെ പരിവർത്തനത്തിൻ്റെ അടയാളമായിട്ടാണ്. മൂന്നാമത്തെ ചുംബനം യൂദാസിൻ്റെ ചുംബനമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും കാപ്പറ്റ്യം നിറഞ്ഞ ചുംബനം 30 വെള്ളിക്കാശിന് വേണ്ടി കർത്താവിനെ ചുംബിച്ചു. കർത്താവ് പോലും പറഞ്ഞില്ലേ, യൂദാസേ, നീ മനുഷ്യപുത്രനെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുകയാണോ എന്ന്. ഇന്ന് കർത്താവിനെ ചുംബിക്കാൻ തിരുസ്വരൂപത്തെ അടുക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് നമ്മെ തന്നെ പരിശോധിക്കണം. എവിടെയാണ്, എങ്ങനെയാണ് ഞാൻ ചുംബിക്കുന്നത്? അമ്മയെപ്പോലെ ചുംബിക്കാൻ എനിക്ക് അർഹതയുണ്ടോ? മറിയത്തെപ്പോലെ പാപപങ്കിലമായ എൻ്റെ ജീവിതം കഴുകി ശുദ്ധമാക്കിക്കൊണ്ട് കർത്താവിനെ ചുംബിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കള്ളനായ യൂദാസിനെ പോലെ ഞാൻ കർത്താവിനെ വീണ്ടും ചുംബിക്കുകയാണോ? പലപ്പോഴും ഈ ദുഃഖ വെള്ളിയാഴ്ച കഴിയുമ്പോൾ ഈസ്റ്ററിൻ്റെ കൊടികയറ്റമായി. പോത്ത് മേടിക്കലും കോഴി മേടിക്കലും കുപ്പി മേടിക്കലും ആഘോഷങ്ങൾക്കൊരുക്കമാണ്. ഞാൻ നിങ്ങളോട് പറയും, വിശുദ്ധിയോടുകൂടെ കർത്താവിൻ്റെ പെസഹ നമുക്ക് ആഘോഷിക്കാം. ഒരുപക്ഷെ കർത്താവിനെ ഒറ്റിക്കൊടുക്കാതെ വിശുദ്ധമായി കർത്താവിൻ്റെ ആധികാരിക സാക്ഷ്യമായിട്ട് ജീവിക്കാൻ കർത്താവെ അനുഗ്രഹിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ക്രൂശിതനോടൊപ്പം.